ചേട്ടൻ ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ. ഈ പാലെങ്കിലും കൊടുക്കണം. അവൻ നല്ല ഉറക്കമാണ്. ഇപ്പൊ ഉണത്തണ്ട, ഞാൻ പിന്നെ കൊടുത്തോളാം. എങ്ങനെയാണ് ഈ കുഴപ്പങ്ങളൊക്കെ സംഭവിച്ചത്? ഒന്നുമില്ല, ഒരു ചെറിയ ആക്സിഡന്റ് പറ്റി. നീ പോയി തണുത്ത എന്തെങ്കിലും കുടിക്കാൻ കൊണ്ടുവരും. ഇതാ കാപ്പി, ചൂടാറും, കുടിക്കൂ. എനിക്ക് കാപ്പിയൊന്നും വേണ്ട. എന്താ, അവൻ കാപ്പി കുടിച്ചില്ലേ? വേണ്ടെന്ന് പറഞ്ഞു. രവി, എണീക്കൂ, എണീറ്റ് കാപ്പി കുടിക്കൂ. നീ എന്താ കാപ്പി വേണ്ടെന്ന് പറഞ്ഞത്? നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതിലുള്ള പ്രതിഷേധമാണ്. ഇത്രയും കാലമായിട്ട് നീ എന്നെ മനസ്സിലാക്കിയില്ലേ? നിന്റെ ഇന്നത്തെ എല്ലാ വിഷമങ്ങളും എനിക്കറിയാം. പക്ഷെ അതിന്റെ പേരിൽ നീ നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കുറച്ചു ദിവസം നീ ഇവിടെ താമസിച്ചേ പറ്റൂ. അതെനിക്ക് നിർബന്ധമാണ്. ലക്ഷ്മി, എന്താ ഏട്ടാ? അവന് സമയാസമയങ്ങളിൽ മരുന്ന് കൊടുക്കും. ഞാൻ നേരത്തെ വരാം. ഇതാ മരുന്ന്, കഴിക്കൂ. മരുന്നൊക്കെ ഞാനെടുത്ത് കഴിച്ചോളാം. എനിക്ക് അവരുടെ സഹായം വേണ്ട. എന്താ വിനു? ഇന്നലെ ഒന്ന് ചേട്ടൻ പോയേ ചേച്ചി. ഏത് ചേട്ടൻ? കൈയൊടിഞ്ഞു വന്നില്ലേ ആ ചേട്ടൻ. ആ ചേട്ടൻ അകത്ത് കിടപ്പുണ്ടല്ലോ. ആ ചേട്ടന്റെ കൈ എങ്ങനെയാ ഒടിഞ്ഞേ ചേച്ചി? അത് ക്രിക്കറ്റ് കളിക്കുമ്പോ ഒടിഞ്ഞതാ. ചേച്ചി കള്ളം പറയായിരിക്കും. എന്നാ വിനു തന്നെ പോയി ചോദിച്ചു നോക്കൂ. ചേട്ടന്റെ കൈ ക്രിക്കറ്റ് കളിച്ചാ ഒടിഞ്ഞതല്ലേ? ആര് പറഞ്ഞു? ലക്ഷ്മി ചേച്ചി പറഞ്ഞല്ലോ. അതൊന്നും എടുക്കരുത്. ഏട്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആ ചേട്ടൻ കഴിക്കില്ലെന്ന്. എന്നെ കാണുന്നത് തന്നെ ദേഷ്യമാണ്. അവന്റെ ദേഷ്യമൊക്കെ എന്നോടാണ്. 2-3 ദിവസം കഴിയുമ്പോ തനിയെ മാറിക്കൊള്ളു.
ഒന്നുമില്ല, നീ ഉറങ്ങിക്കോ. കോഴിക്കോടല്ലേ, ദാക്ഷായണിയന്മാർ അവിടെയും കാണും. ഒരു കൈ നോക്കണം. വാസ്തവം പറയാമല്ലോ, ഞാൻ യഥാർത്ഥത്തിൽ മോഹിച്ചത് ദാക്ഷായണിയമ്മയാണ്. ഇത്ര പെട്ടെന്ന് ഒരു ട്രാൻസ്ഫർ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്ത് ചെയ്യാം, ദിസ് ഈസ് മൈ ഫേറ്റ്. പാവം, ആ രവി സാറിനോടൊന്ന് യാത്ര ചോദിക്കാൻ പോലും പറ്റിയില്ല. എന്റെ കാര്യം ഒന്ന് പറഞ്ഞേക്കണേ. അപ്പൊ സ്വാമി താമസിക്കണ്ട. ഞാൻ പോട്ടെ. ശരി ശരി. പൊടിക്കുപ്പി മറന്നിട്ടില്ലല്ലോ. ഉണ്ട്. ഓക്കെ ഓക്കെ, ശരി ശരി. ലക്ഷ്മി നിൽക്ക്. ലക്ഷ്മിക്ക് ഒരു ആലോചന വന്നിട്ടുണ്ട്. കൊള്ളാവുന്ന തറവാട്ടിൽ നിന്നാണ്. തറവാടൊന്നും ഇക്കാലത്ത് വലിയ പ്രശ്നമല്ല ഭാസ്കരേട്ടാ. പെണ്ണിനെ നോക്കുന്ന പയ്യനായിരിക്കും. എല്ലാവർക്കും ബാലന്റെ അഭിപ്രായം ആയിക്കൊള്ളണമെന്നില്ലല്ലോ. ഞായറാഴ്ച അവരെല്ലാരും കൂടി കാണാൻ വരുന്നുണ്ട്. ഒരുങ്ങി നിന്നോളണം. എനിക്ക് പണമല്ല പ്രശ്നം, കുടുംബം നന്നായിരിക്കണം. ഇപ്പൊ തറവാടിത്തൊന്നും വേണ്ട, ദുബായ് പണം മാത്രം മതി. ചെറുക്കൻ കാപ്പി കുടിച്ചു, പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ എന്നർത്ഥം. നിന്നോട് ഓടരുതെന്ന് പറഞ്ഞില്ലേ? ഇതാരാ മനസ്സിലായില്ലല്ലോ? എന്റെ സുഹൃത്ത് രവി. ഞങ്ങൾ ഒന്നിച്ചാണ് വർക്ക് ചെയ്യുന്നത്. കുറച്ചു ദിവസമായിട്ട് അവൻ ഇവിടെയാണ് താമസം. ബാല, ഞാനൊന്ന് ആലോചിക്കുകയാണ്. കൈ ഭേദമായി, നാളെ മുതൽ ഓഫീസിലും പോകണം. ആ സ്ഥിതിക്ക് നാളെ തന്നെ ലോഡ്ജിലേക്ക് താമസം മാറ്റാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, ലക്ഷ്മിയുടെ വിവാഹവുമല്ലേ. ഇത്രയും ആയ സ്ഥിതിക്ക് കല്യാണം കഴിഞ്ഞിട്ട് മാറിയാൽ മതി. നീ ഇവിടെ ഉള്ളത് എനിക്കൊരു സഹായമാണ്. നീ കിടന്നുറങ്ങാൻ നോക്ക്. രവി, വേഗം ഡ്രസ് ചെയ്യ്. നമുക്ക് പോകുന്ന വഴിക്ക് ആ പ്രസ്സിൽ കയറണം. ഇൻവിറ്റേഷൻ കാർഡ് അടിക്കാൻ കൊടുത്തിട്ട് വേണം ഓഫീസിൽ പോകാൻ. ബാലനില്ലേ? എന്താ ഭാസ്കരേട്ടാ? ബാലൻ വിഷമിക്കരുത്. എന്തു പറ്റി? ലക്ഷ്മിയുടെ വിവാഹം അത് നടക്കില്ല. കാരണം അത് അവർ ആവശ്യപ്പെട്ടതെല്ലാം നമ്മൾ കൊടുക്കാമെന്ന് സമ്മതിച്ചല്ലേ? പയ്യന് ലക്ഷ്മിയെ ഇഷ്ടപ്പെട്ടെന്നും പറഞ്ഞു. പിന്നെന്താണ് കുഴപ്പം? കുഴപ്പമതൊന്നുമല്ല. പിന്നെന്താണെന്ന് പറയൂ. ഞാനത് ബാലനോട് പറയൂ ഭാസ്കരേട്ടാ. അവർക്കൊരു സംശയം, ലക്ഷ്മിയും രവിയും തമ്മിൽ മറ്റെന്തോ ഒരു ബന്ധമുണ്ടെന്ന്. അതുകൊണ്ട് ഈ വിവാഹം വേണ്ടെന്ന് അവർ തീർത്തു പറഞ്ഞു.
എന്റെ കല്യാണം അങ്ങേയറ്റം പൊടിപൊടിക്കണമെന്ന് വിചാരിച്ച ആളല്ലേ രവിചേട്ടൻ. എന്നിട്ടിപ്പോൾ ആ മനുഷ്യൻ കാരണമാണ് ഈ വിവാഹം നടക്കാതെ പോയതെന്നറിഞ്ഞാൽ ആ ചേട്ടൻ എങ്ങനെ സഹിക്കും? അതും ഇല്ലാത്തൊരു കാരണം പറഞ്ഞ്. ഏട്ടൻ അതും ഇതും ആലോചിച്ച് വിഷമിക്കണ്ട. ഓഫീസിൽ പോകാൻ സമയമായില്ലേ? രവിചേട്ടൻ ഇപ്പോ കാപ്പി കുടിക്കാൻ വരും. ഏട്ടൻ ഒന്ന് എണീക്കൂ. ഇല്ല, ഞാൻ ഇന്ന് ഓഫീസിൽ പോകുന്നില്ല. ആരെയും സംശയിക്കാൻ എളുപ്പമാണ്. ഞാനും രവിചേട്ടനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഏട്ടൻ അറിയാമല്ലോ. ഈ സംശയത്തിന്റെ പേരിൽ ഈ വിവാഹം വേണ്ടെന്ന് പറയുന്നെങ്കിൽ അത് പോകട്ടെ. എനിക്കിപ്പോൾ വിവാഹം വേണ്ട. ഏട്ടന് ഞാനൊരു ഭാരമാകില്ലല്ലോ. വിവാഹം മുടങ്ങിയതിന്റെ കാരണം രവിചേട്ടനെ അറിയിക്കരുത്. എല്ലാം ഞാൻ കേട്ടു. ഇനി എന്നെ തടുക്കരുത്. നിന്റെ സഹോദരിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഇവിടുന്ന് പോകണം. എനിക്കൊരപേക്ഷയേ ഉള്ളൂ. നിനക്കെങ്കിലും സത്യമറിയാമല്ലോ. രവി,